ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാം നമ്മുടെ ഫേസിലുള്ള ടാനൊക്കെ മാറ്റി നമ്മുടെ ഫേസിന് ഭയങ്കര ഒരു നാച്ചുറൽ ഗ്ലോയും ഒരു എന്താണ് വൈറ്റനിങ് അല്ല കേട്ടോ, ഒരു ബ്രൈറ്റനിങ് ഒക്കെ തരാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നൊരു സ്കിൻ കെയർ റൂട്ടീനാണ് ചെയ്യാൻ പോണത്. ഇതെന്നും ചെയ്യണമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഫേസ് ഒന്ന് ഷേവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന അലോവേര ജെല്ലാണ്. അലോവേര ജെല്ല് നമ്മുടെ ഫേസിൽ എല്ലായിടത്തും അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ചെയ്യണം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസർ എടുക്കാം. നമ്മുടെ ഫേസ് മോയ്സ്ചറൈസർ ഇല്ലേ, അത് വേണമെങ്കിൽ എടുത്തിട്ട് നമ്മുടെ ഫേസിലൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈ എടുക്കുന്ന സംഭവം നമ്മുടെ ഫേസിൽ ഒന്ന് മുറിവോ കാര്യങ്ങളോ ഒന്നും വരാതെ നന്നായിട്ട് ഗ്ലൈഡ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നമ്മുടെ ഈ അലോവേര ജെല്ല് എന്ന് പറയുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് നല്ല ആക്നെ പ്രോൺ സ്കിൻ ആണെങ്കിൽ നിങ്ങളിത് ചെയ്യരുത്. എനിക്കിപ്പം സ്കിന്നിൽ ചെറിയ പിമ്പിൾസ് ഉണ്ട്, ചെറുതായിട്ട് പിമ്പിൾസ് ഉണ്ട്, പാടുകളുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും ഞാൻ ചെറുതായിട്ടാണ് ചെയ്യണത്. അതായത് ഭയങ്കരമായിട്ട് സ്കിന്നിൽ അമർത്തിയല്ല ചെയ്യുന്നത്, ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യണത്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യണത് കേട്ടോ. ഇത് തന്നെ ചെയ്യണത് ഞാനിപ്പോൾ 1 മാസം ഗ്യാപ്പിന് ശേഷമാണ് ഇത് ചെയ്യണത്. ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ചെയ്യണം എന്ന് തോന്നുന്നു അപ്പം ചെയ്യുക. അതുപോലെ നിങ്ങൾക്കിത് ഷേവ് ചെയ്യേണ്ട എന്നാണെങ്കിൽ അങ്ങനെ തന്നെ വെക്കാൻ കേട്ടോ. ഞാൻ ചില മാസങ്ങളിൽ അങ്ങനെ ഷേവ് ഒന്നും ചെയ്യാറില്ല, അങ്ങനെ എടുത്ത് ഇത് കളയാറില്ല. എനിക്ക് ചിലപ്പോൾ ചെയ്യണം എന്ന് തോന്നുന്നു, ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്, അപ്പോൾ ഈ റേസർ സെലക്ട് ചെയ്യുമ്പോൾ ഭയങ്കര നന്നായിട്ട് നിങ്ങൾ നല്ല റേസർ മാത്രം സെലക്ട് ചെയ്യാം. ഭയങ്കര ഷാർപ്പായിട്ടുള്ള റേസർ ആണെങ്കിൽ നിങ്ങളത് ഉപയോഗിക്കരുത്. ഒരു തവണ ഞാൻ ഒരു ലോക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചത് ഭയങ്കര ഷാർപ്പായിട്ടുള്ള റേസറായിരുന്നേ. അത് ഞാൻ വാങ്ങിച്ചതിന് ശേഷം ഉപയോഗിച്ചപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ എൻ്റെ താടിയുടെ അവിടെ ചെറുതായിട്ട് മുറിഞ്ഞു. ഭാഗ്യത്തിന് വേറെ നല്ലതായിട്ട് വേദനയൊക്കെ എടുത്തു, വലിയ മുറിവായിട്ടൊന്നും വന്നില്ല കേട്ടോ. അപ്പം അത് നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന റേസർ നല്ല റേസറാണ്. ഇതിൻ്റെ ലിങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തേക്കാം. ഇത് ഭയങ്കര ഷാർപ്പല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വലുതായിട്ട് പേടിക്കാനില്ല. എന്നിരുന്നാലും നിങ്ങൾ റേസർ ഉപയോഗിക്കുമ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചേക്കണേ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാര്യം എന്ന് പറയുന്നത് എനിക്ക് മുറിഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. അപ്പോൾ ഇത് നമ്മൾ ഭയങ്കര സോഫ്റ്റായിട്ട് പതുക്കെ ചെയ്യണം. ഭയങ്കര സ്പീഡായിട്ട് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചെയ്യാനുള്ള സംഭവമല്ല ഇതെന്ന് പറയുന്നത്. പതുക്കെ നമ്മൾ ജെൻറ്റിലായിട്ടാണ് കാര്യം ശ്രദ്ധിക്കാനുള്ളത്. നമ്മൾ ഫേസിൽ കണ്ണാടി നോക്കിയിട്ട് ഈ റേസർ നോക്കുകയാണെങ്കിൽ ശേഷം നമ്മൾ പുറത്തോട്ട് വെയിലത്തോട്ടൊന്നും ഇറങ്ങുന്ന സമയത്ത് ചെയ്യരുത് കേട്ടോ. വീട്ടിലിരിക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. നമ്മൾ വെയിലത്തോട്ടൊക്കെ ഇറങ്ങുന്ന സമയമാണെങ്കിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ സ്കിന്നിനുള്ള ഒരു പ്രൊട്ടക്ഷനാണ് ഈ നമ്മുടെ ഈ ഹെയർസ് എന്ന് പറയുന്നത്, സ്കിന്നിൽ ഫേസിലുള്ള ഹെയർസ്. അപ്പോൾ നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ആ പ്രൊട്ടക്ഷൻ കാണത്തില്ല. അപ്പോൾ നമ്മുടെ സ്കിന്ന് ആക്റ്റ് ആവും എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലൊരു പ്രൊട്ടക്ഷനും ഇല്ല. അപ്പോൾ നമ്മുടെ ഫേസ് ഭയങ്കര ടാൻ അടിക്കുകയും ഇറിറ്റേറ്റഡ് ആവുകയും ഭയങ്കര സെൻസിറ്റീവ് ആണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ കാര്യം പോക്കാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ വെയിലത്ത് പോകുന്ന സമയത്ത് ചെയ്യരുത്. നിങ്ങൾ വെയിലത്തൊക്കെ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഈവനിങ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ല വീട്ടിലിരിക്കുന്നവർക്കാണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫേസിൻ്റെ എല്ലാ ഭാഗവും ജസ്റ്റ് ഒന്ന് കണ്ണാടിയിൽ നോക്കി ഒന്ന് ഉറപ്പ് വരുത്താണ് എല്ലാം. പിന്നെ ഞാൻ നിങ്ങളെ കാണുന്നുണ്ടോ എന്ന് ക്യാമറയിൽ നോക്കുകയാണ്. എന്നിട്ട് നമ്മുടെ ഫേസിൽ എല്ലാ ഭാഗത്തും ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ചെയ്യുന്നതെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്തൊരു പ്രോഡക്റ്റ്, അതായത് കെമിക്കൽ അടങ്ങിയ പ്രോഡക്റ്റോ എന്തോ ആവട്ടെ, എന്ത് ചെയ്താലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവെയർ ആയിരിക്കണം അതിനെ പറ്റിയിട്ട്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുള്ളവരുമായിട്ട് ചോദിക്കാം, ഇല്ലെങ്കിൽ അറിയാമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തിയതിന് ശേഷം മാത്രം ഫേസിൽ അപ്ലൈ ചെയ്യാം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് നമ്മുടെ ഫേസിൽ കെമിക്കൽ സാധനങ്ങളാണ് മെയിനായിട്ടും, അതൊക്കെ ഉപയോഗിക്കുന്നതിന് മുന്നേ ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ എല്ലാവർക്കും എല്ലാ പ്രോഡക്റ്റും ചേരണം എന്നില്ല. എനിക്ക് പാല് ചേരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചേരത്തില്ല, തൈര് ചേരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേരില്ല. എനിക്ക് ചില സമയത്ത് തക്കാളി ചില സമയത്ത് ഇടുമ്പോൾ ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവും കേട്ടോ. ചൊറിയും ദേഹമോഹം, ഫേസൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റഡ് ആവും. ചില സമയത്ത് അത് പ്രശ്നം വരില്ല കേട്ടോ. അപ്പം നിങ്ങളുടെ ഫേസും നിങ്ങളുടെ സ്കിൻ ടോണും എല്ലാം നോക്കിയിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനേ. നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇതിപ്പം ഇട്ടാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന്. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഇറിറ്റേഷൻ ആണെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ അത് വാഷ് ഔട്ട് ചെയ്ത് കളയണം കേട്ടോ. ഇപ്പോൾ ഞാൻ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് പാലാണ്, പച്ചപ്പാലില്ലേ അതാണ് നമ്മുടെ പാല് മിൽമയുടെ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശേഷം നമ്മൾ എടുത്തിരിക്കുന്നത് പഞ്ചസാര നന്നായിട്ട് തരിയായിട്ട് പൊടിച്ചതിന് ശേഷം അതും കൂടി ഒന്ന് നമ്മൾ ഇടുന്നുണ്ട്. പഞ്ചസാര ഇടുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് ക്ലെൻസ് ചെയ്യും കേട്ടോ. നമ്മുടെ പോഴ്സിലോട്ടൊക്കെ ഇറങ്ങി നമ്മുടെ ഡേർട്ടൊക്കെ വലിച്ചെടുത്ത് കളയാൻ വേണ്ടി പഞ്ചസാര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം തന്നെ കോട്ടണിൽ നിങ്ങൾ കണ്ടില്ലേ നന്നായിട്ട് അഴുക്ക് വന്നിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നമ്മുടെ ഫേസിൽ നന്നായിട്ടത് ക്ലെൻസിങ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. എൻ്റെ ഫേസിലൊക്കെ നന്നായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആ പഞ്ചസാരയുടെയും പാലിൻ്റെയും മിക്സ് നന്നായിട്ട് നമ്മുടെ ഫേസിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യണുണ്ട്. നിങ്ങൾ പിന്നെ വീട്ടിലിടുന്ന ഏതെങ്കിലും ഉടുപ്പിട്ടിട്ട് ചെയ്താൽ മതി. ഞാൻ വീട്ടിലിടുന്നൊരു ടീഷർട്ടാണ് എടുത്തിരിക്കുന്നത്. നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മളിത് ചെയ്യണമെങ്കിൽ ഉടുപ്പിലൊക്കെ ആവും, പിന്നെ അത് കറയാവും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. വീട്ടിലിടുന്ന ഏതെങ്കിലും ഉടുപ്പെടുത്താൽ മതി. ഇത് ഞാനൊരു 5 മിനിറ്റ് ഫേസിൽ എന്തായാലും വെക്കണുണ്ട്. എന്നിട്ട് കഴുകിയിട്ട് നമുക്ക് കാണാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്നുള്ളത്. നിങ്ങൾ എന്തായാലും ഇതുപോലെയൊക്കെ ചെയ്യും, നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റൻ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫേസ് ഒന്ന് ഒരു 5 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിനി ഒരു പാക്ക് ഇടാം. ഇത് പെട്ടെന്ന് സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു റൂട്ടീനാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സംഭവമാണ് കോഫി എന്ന് പറയുന്നത്, കോഫി പൗഡർ. ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന കസ്തൂരി മഞ്ഞൾ പൗഡറാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന പാല് തന്നെയാണ്, പച്ചപ്പാൽ. അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു ഫേസ് പാക്ക് ഇടുന്നു. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്ലെൻസിങ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ ഒരു ആവിയൊക്കെ കൊടുക്കാം ഫേസിൽ. ഇപ്പോൾ ഞാൻ അതൊന്നും ചെയ്യില്ല കേട്ടോ, എനിക്ക് അതിനുള്ള സമയമൊന്നുമില്ല. അതുകൊണ്ട് ഈ ജസ്റ്റ് ഒരു പാക്ക് മാത്രമാണ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഈ പാക്ക് നന്നായിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാണ് ചെയ്യണത് കേട്ടോ. പിന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇറിറ്റേഷൻ ഉള്ളതാണെങ്കിൽ നിങ്ങൾ ദയവായിട്ട് ഉപയോഗിക്കരുത്. അല്ല, ഇത് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് അറിയില്ല, ഇട്ടപ്പം തന്നെ എന്തോ ഒരു ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ വാഷ് ഔട്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ചിലർക്ക് ചില പ്രോഡക്റ്റ് ചേരില്ല, അതുകൊണ്ടാണ് പറയണത്. പൊതുവേ ഇതെല്ലാം എല്ലാവർക്കും ചേരുന്നതാണ്. എനിക്ക് പറഞ്ഞ പോലെ ചിലപ്പം നാരങ്ങ എനിക്കിടാൻ പറ്റില്ല, തൈരിടാൻ പറ്റും. പിന്നെ ഈ ചില സമയത്ത് മാത്രം ടൊമാറ്റോ എനിക്ക് പ്രശ്നമായിരിക്കും, ചില സമയത്ത് എനിക്ക് പ്രശ്നമില്ല. അതെന്തെങ്കിലും കൂടെ ചേരുമ്പോൾ അത് പ്രശ്നമില്ലാതായി മാറുന്നതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നോ ഞാൻ പറയണത്. എന്നിട്ട് നമ്മൾ ഫേസിലെല്ലായിടവും ഒന്ന് അപ്ലൈ ചെയ്യണം. ഞാൻ കാണാൻ പറ്റത്തുണ്ട്, കണ്ണാടിയിൽ നോക്കിയിട്ട് ഫേസിലെല്ലാം നന്നായിട്ട് അപ്ലൈ ചെയ്യണം. ഇതിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രം ഇട്ടിരുന്നാൽ മതി കേട്ടോ. ഞാൻ സ്ക്രബ് ഒന്നും ഉപയോഗിക്കുന്നില്ല, കാരണം എൻ്റെ സ്കിൻ ഇറിറ്റേറ്റഡ് ആണ്, അതായത് ആക്നെ ഉണ്ട്, ആക്നെ പ്രോൺ സ്കിന്നാണ്. അതുകൊണ്ട് ഞാൻ ഒന്നും ഇടുന്നില്ല. ഇതൊരു 10 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷമുള്ളതാണ്. 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഇത് ഞാനൊന്ന് വാഷ് ഔട്ട് ചെയ്യുകയാണ് ചെയ്യണത്. സാധാ പച്ചവെള്ളത്തിൽ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. എനിക്ക് നല്ല സ്കിന്ന് സോഫ്റ്റായിട്ട് നന്നായിട്ട് ഒരു ടാനൊക്കെ മാറിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും, ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്, ലവ് യു ഓൾ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം, നല്ലൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.